പഠിക്കും, ഉടനെ 2 മാസം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർക്കാൻ കൂടി പറ്റുന്ന കാര്യമില്ല. അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്യണം മുമ്പോട്ട്. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പിയായിട്ടും സേഫായിട്ടും വിചാരിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോ കിടക്കാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നവരും ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസും നിർബന്ധമായിട്ട് ഈ വീഡിയോ കാണും. നിർബന്ധം എന്ന് ഞാൻ പറയുന്നത് ഞാൻ ഇവിടെ വന്ന് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിലും എൻ്റെ അവസ്ഥ കേൾക്കുക, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് ഭയങ്കര പ്രധാനമാണ് കേട്ടോ. നമുക്ക് അടിസ്ഥാനം ഇല്ലെങ്കിൽ മുഴുവൻ പോയി. പിന്നെ നമ്മൾ ജർമ്മനി വന്ന് ഇക്ഷ ഇമ്മ ഇഞ്ഞ പറയേണ്ട അവസ്ഥയാണ്. അപ്പോൾ നിങ്ങളതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ഇച്ചിരി പൈസ കൂടുതലാണെങ്കിലും ഇല്ലെങ്കിൽ എന്താണെങ്കിലും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കി തിരഞ്ഞെടുക്കുക. ഇല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരവിടെ പഠിച്ചു, ഇല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ നല്ലതെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പോയി ചേർന്നു, ആ ഒരു ചിന്തയെ പാടില്ല. അത് തെറ്റായ കാര്യമാണ്. നമ്മൾ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കണം. കുറേ പേരോട് ചോദിക്കണം, ഒരാളോടും 2 പേരോടും അല്ല, കുറേ പേരോട് ചോദിച്ചിട്ട് വേണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കാൻ. ഇനി അടുത്തെന്ന് പറയുമ്പം നമ്മൾ ഒരു കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ കയറുമ്പോൾ നമ്മൾ ഓർക്കും A1 അല്ലേ, തുടക്കമല്ലേ, ഇച്ചിരി കഴിയുമ്പോൾ ആയിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. തുടക്കത്തിൽ പറഞ്ഞു തരുന്നതൊന്നും വലിയ കാര്യമല്ല. ABCD ഒക്കെ ഇല്ലേ, അത് എളുപ്പമായിരിക്കും. നമ്മളങ്ങനെ ചിന്തിക്കുന്നത് മുഴുവൻ തെറ്റാണ്. കാരണം നമ്മൾ പിന്നെ കഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ എവിടെ ആണെങ്കിലും ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുവാണെങ്കിലും നല്ലത് നോക്കുക. അതിൽ നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതാണെങ്കിലും A1 അടിസ്ഥാന കാര്യമാണ്. A1 എന്ന് പറയുന്നത് അടിസ്ഥാനമാണ്. അപ്പം A1 നമുക്ക് ABCD ആണെങ്കിലും ഇല്ലെങ്കിൽ ബാക്കി എന്ത് കാര്യങ്ങൾ പഠിക്കുന്നു, ഒരു ചെറിയൊരു സെൻറ്റൻസ് ഉണ്ടാക്കുവാണ്. അക്വസാറ്റീവിൽ ചെറിയൊരു സെൻറ്റൻസ് ഉണ്ടാക്കുക. ആ ഒരു സെൻറ്റൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇനി മുമ്പോട്ട് ഡാറ്റയിലും ഒക്കെ വരുന്നുണ്ടല്ലോ ഓരോ കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ ഈ സെൻറ്റൻസ് സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ സെൻറ്റൻസ് സ്ട്രക്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഇവിടെ വന്ന് കഴിയുമ്പോൾ. പിന്നെ ഈ ദെറുന്തിയൊക്കെ ഇച്ചിരി കുറവാണ് ഇവിടെ വന്ന് യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും. കാരണം നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ ആ സാധനമൊന്നും വായി വരില്ല. പക്ഷേ അല്ലാതെ ഒരു സെൻറ്റൻസ് ഫോം ചെയ്യുമല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമുക്ക് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കാനാണെങ്കിലും ഇല്ല ജോലി ചെയ്യുന്നവരോട് അടുത്ത് ഒരു ചെറിയൊരു കാര്യം ഞാനൊന്ന് എടുത്ത് വെച്ചോട്ടെ, ഇല്ല ഞാൻ പോയി ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ നമുക്ക് സെൻറ്റൻസ് സ്ട്രക്ചർ അറിയണം. അപ്പോൾ അതുകൊണ്ട് സെൻറ്റൻസ് സ്ട്രക്ചർ നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം, എനിക്ക് എൻ്റെ അവസ്ഥ എൻ്റെ വീഡിയോ എപ്പോഴും കാണുന്നവർക്ക് അറിയാമായിരുന്നു എൻ്റെ ലാംഗ്വേജിൽ എത്രമാത്രം ഉണ്ടെന്ന്. അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറേ നാളായിട്ട് ഇപ്പോൾ വീഡിയോസ് പോലും ഇടുന്നില്ല. അത് ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്യണം മുമ്പോട്ട്. കാരണം നമ്മൾ ഇനി വന്ന് എങ്ങനെയെങ്കിലും എല്ലാം സെറ്റാക്കി എടുത്തേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം അപ്പോൾ അതുകൊണ്ട് എന്താണെങ്കിലും സെൻറ്റൻസ് സ്ട്രക്ചർ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. പിന്നെ നമ്മുടെ ഏജൻസിമാരൊക്കെ ഇങ്ങോട്ട് കയറ്റിയിടുമ്പോൾ നമ്മുടെ അടുത്ത് പറയും അവിടെ ചെന്ന് കഴിയുമ്പോൾ എളുപ്പമാണ്, അവിടെ ചെന്ന് 2-3 മാസം നിൽക്കുമ്പോൾ വലിയൊരു വർഷം കഴിയുമ്പോഴത്തേക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവും, ഭയങ്കര ഇതെന്നൊക്കെ പറഞ്ഞ് വിടുന്നവരെയാണ്. പക്ഷേ ഇവിടെ ഞാൻ ജോലി ചെയ്യുന്നിടത്ത് തന്നെ ചേച്ചിമാരുണ്ട്, 2nd ഇയർ ജോലി ചെയ്യുന്നവർ, മലയാളീസ് ഉണ്ട്. ഇപ്പോൾ ഒരു പോയി, പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ വന്ന സമയത്ത്. അപ്പോൾ എൻ്റെ അടുത്ത് 2 വർഷമായി ഇപ്പോഴും അവരോട് പറയാൻ ബുദ്ധിമുട്ടാണ്. മീൻസ് അവർ പറയും, കാരണം അവർക്ക് കേട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. പക്ഷേ അവരോട് അവരോട് സംസാരിക്കുമ്പോൾ എന്താണ് ഒരു ബബ്ബ അടിക്കത്തില്ല, നമുക്കറിയില്ല. അത് വരുമ്പോൾ ആ സംഭവം ഇപ്പോഴും ഓർക്കുണ്ടെന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞാണ്. അവർ നാട്ടിൽ നിന്ന് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു 1 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രൊഫഷണൽ പീരീഡ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നല്ല ലാംഗ്വേജ് ആകും എന്നൊക്കെ. പക്ഷേ അവർ പറയുന്നത് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ എത്രമാത്രം ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ജർമ്മൻ പിള്ളേരോട് കൂട്ടുകൂടുന്നു, അല്ലെങ്കിൽ ജർമ്മൻ സംസാരിക്കുന്നു, അത്രത്തോളം നമ്മൾ ബെറ്ററാവും. പിന്നെ ഈ റെഡ് എഫ് എം ഒക്കെ കേൾക്കുന്ന ജർമ്മൻ എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ റെഡ് എഫ് എം പോലെ മീൻസ് നാട്ടിലത്തെ റെഡ് എഫ് എം ആട്ടാൻ ഉദ്ദേശിച്ചത്, ഇവിടുത്തെ ഉണ്ട് ഡോയ്ച്ച്ലാൻഡ് ഫുങ്ക്റ്റോ അങ്ങനെ ഇതുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് കൂടുതൽ ഇഷ്ടം യൂട്യൂബിൽ വീഡിയോ കാണുന്നതിനേക്കാളും കൂടുതൽ എനിക്കിഷ്ടം റേഡിയോ കേൾക്കുന്നത്. അത് ഞാൻ പറഞ്ഞാണ്, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. ചിലർക്ക് സിനിമ കാണുന്നത്, പാട്ട്, അങ്ങനെ ഓരോന്ന്. അപ്പം അതുകൊണ്ട് നമ്മൾ ഏജൻസിമാർ പറയുന്നത് കേട്ട് വിശ്വസിക്കരുത്. ഉള്ളത് ഞാൻ പറയാം എൻ്റെ അനുഭവത്തിക്കൂടെ. പിന്നെ നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്തൊക്കെ നമ്മുടെ
മീറ്റിംഗ് നടത്തുന്ന ആരാണെങ്കിലും ഉണ്ടല്ലോ ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടി നടത്താൻ ഇൻ്റർവ്യൂ. അപ്പം നമ്മുടെ ഓർഗനൈസേഷൻകാർ പറയും നമ്മൾ ലാംഗ്വേജൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അവർക്കറിയാം ഓൾറെഡി നമുക്ക് എല്ലാവരും ലാംഗ്വേജ് പാടാന്നുള്ള കാര്യം. അതിൻ്റെ ഇടയ്ക്ക് അവരപ്പോൾ പറയും കുഴപ്പമില്ല, ഇവിടെ വന്ന് കഴിയുമ്പോൾ സെറ്റാകുന്നു. പക്ഷെ നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു മാസം ഇല്ല 2 മാസം പോലും വെയിറ്റ് ചെയ്ത് അവരിങ്ങോട്ട് പറയും നിങ്ങൾക്ക് ലാംഗ്വേജ് ഇല്ല, അപ്പം ഞങ്ങളൊന്ന് ആലോചിക്കും, നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ച് പറഞ്ഞു വിടണോ വേണ്ടയോ എന്ന്. അത് കേൾക്കുമ്പോൾ ഇവിടെ ഒരു ലാംഗ്വേജും ഇല്ലാതെ വരുന്നവർക്ക് എത്രമാത്രം സങ്കടവും. കാരണം അവർ കഷ്ടപ്പെട്ട് വീട്ടുകാർ പൈസ ഉണ്ടാക്കി കയറ്റി വിടുന്നു, ഇവിടെ വന്ന് കഴിയുമ്പോഴേക്കും ഉടനെ 2 മാസം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർക്കാൻ കൂടി പറ്റുന്ന കാര്യമില്ല. പക്ഷേ അപ്പം എൻ്റെ ഒരു ഫ്രണ്ടാണെങ്കിലോ അവന്മാരാണ് നേഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറയാൻ നോർമൽ ഹൗസ് ബിൽഡിങ്ങിൽ നിന്ന് നേഴ്സിംഗ് അസിസ്റ്റൻറ്റിലേക്ക് ഇപ്പോൾ അവർ മാറി. കാരണം അന്ന് 2 മാസമായുള്ളൂ, അതിന് മുമ്പ് തന്നെ അവർ പറഞ്ഞു. എന്നിട്ട് അവർ പിന്നെ വേറെ ഒന്നും കണ്ടെത്തി. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പം തിരിച്ചു പോകേണ്ട ഒരവസ്ഥ നമുക്ക് ലാംഗ്വേജ് ഇല്ലാത്തവർക്ക് വരും, ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആക്കിയില്ലെങ്കിൽ വന്നു കഴിയുമ്പോൾ ഉടനെ തന്നെ 2, 3, 4 മാസം എടുക്കുമ്പോഴത്തേക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ലാംഗ്വേജ് പഠിക്കുന്നവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. പിന്നെ നല്ല പഠിപ്പികളൊക്കെ ആയിരിക്കുമ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ നോർമൽ കാര്യങ്ങളെ പറയാറ്, നോർമൽ സ്റ്റുഡൻസ് പഠിക്കുന്ന ആൾക്കാരുടെ കാര്യം പറയുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ അപ്പം അതൊരു തെറ്റിദ്ധാരണയാണ്, പെട്ടെന്ന് 2 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 മാസം ആകുമ്പോൾ പഠിക്കാമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഏജൻസിക്കാർ നമ്മുടെ ഓർഗനൈസേഷൻകാർ നമ്മളെ പറഞ്ഞു വിടുന്നൊരവസ്ഥ വരുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ അവരൊരു ചെറിയൊരു ക്ലൂ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജർമ്മനി വന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ടും എന്താണ് ഏതെങ്കിലുമൊക്കെ ആൾക്കാരെ പരിചയപ്പെടും മലയാളീസിനെ. അപ്പോൾ അവരുടെ കൂട്ടുകാരോട് ചോദിക്കണം നീ വേറെ എന്തെങ്കിലും കോഴ്സ് ഉണ്ടോ എന്ന്. അങ്ങനെ ചോദിച്ച് ഇവർ നമ്മളെ പറഞ്ഞു വിടുന്ന അവസ്ഥയാകുമ്പോഴത്തേക്ക് നമ്മളവിടെ അഡ്മിഷൻ എടുക്കണം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോരാതെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും തുടക്കത്തിൽ നമ്മൾ ഓർക്കും പോയേ പറ്റുമെന്നുള്ള അവസ്ഥ ആവുമല്ലോ. അപ്പം നിങ്ങൾ ടെൻഷൻ അടിക്കാതെ നിങ്ങൾ കുറേ പേരോട് ചോദിച്ച് നമ്മളെന്താ ഓർഗനൈസേഷൻ കണ്ടെത്തണം. നാട്ടിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ ഗൂഗിളിലൊക്കെ തപ്പി കയറി വരുമ്പോൾ ചിലപ്പോൾ പറ്റിക്കപ്പെട്ട് ചാൻസ് കൂടുതലാണ്. ഗൂഗിളിൽ നോക്കുന്നത് തെറ്റല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ നോക്കുമ്പോൾ എന്താണ് ചില പറ്റിപ്പിരി കേസൊക്കെ കാണുമല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ നേരിട്ട് തന്നെ പോയി അന്വേഷിച്ച കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് എന്താണ് അപ്പോൾ ഉടനെ തന്നെ നമ്മൾ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ തപ്പിയെടുക്കണം. നാട്ടിൽ പോകാതെ നമ്മളിവിടെ പിടിച്ച് നിൽക്കണം. നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ നമ്മളൊരു സ്ട്രോങ് ആകും. അങ്ങനെ ആ ഒരു മെൻ്റൽ ചിന്തിക്കും, പോകത്തില്ല, എനിക്ക് ഇവരെ വിട്ടാലും സാരമില്ല, ഞാൻ വേറൊന്നും കണ്ടെത്തും. ആ ഒരു കോൺഫിഡൻറ്റ് ഇപ്പോൾ ജർമ്മനി വന്ന് നിൽക്കുന്നവർ, ഇപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ലാംഗ്വേജ് ഇല്ലാത്തൊരു ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാനും ഞാനും ചിന്തിച്ച കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. വിടുന്നൊരവസ്ഥയുണ്ട്, ആൾക്കാരെ മാറ്റുന്നുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ കൂടെയൊക്കെ പഠിച്ച പേര് ഞാൻ പറയുന്നില്ല, പക്ഷേ ഫുൾ മൊഡ്യൂൾ പാസ്സായിട്ട് വന്ന, പക്ഷേ അയാളെ വരെ എന്താണ് ഹൗസ് ബിൽഡിങ്ങിന് കയറി കഴിഞ്ഞപ്പോൾ മാറ്റിയ അവസ്ഥ വന്നു. ഇനി അടുത്തെന്ന് പറയുമ്പം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ 2 മുടികളൊക്കെ വെച്ച് കയറി വരുന്നത് നല്ലതായിരുന്നെന്നായിരുന്നു എൻ്റെ ഒരു ചിന്ത. കാരണം എൻ്റെ വീട്ടിൽ കാണുന്നവർക്കുണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറയുമ്പം നാട്ടിൽ നിന്ന് കയറി വരുമ്പം നമ്മൾ ഫുൾ മുടികളായിട്ട് കയറി വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ പഠിക്കുന്ന ഓർഗനൈസേഷൻകാർ നമ്മളെ വിട്ടാലും വേറൊരിടത്ത് കയറുമ്പോൾ ഫുൾ മുടികളുണ്ടെങ്കിൽ നമുക്കവിടെ അഡ്മിഷൻ കിട്ടും. പിന്നെ ഇവിടെ വന്ന് എഴുതിയെടുക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നു ഇവിടെ എഴുതിയെടുക്കുന്നതൊക്കെ എളുപ്പമാണ് കിട്ടുമെന്നൊക്കെ. പക്ഷെ ഞാനിതുവരെ എഴുതിയിട്ടില്ല, കേട്ടത് മാത്രമേ ഉള്ളൂ. എനിക്കും 2 മുടികളേ ഉള്ളൂ, ഞാനും എഴുതാൻ കിടക്കുന്നു. അപ്പോൾ നമുക്ക് അനുഭവങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നത് 2 മുടികളൊക്കെ വെച്ച് കയറി വരുന്നുണ്ടല്ലോ, അതും B1 ഒക്കെ വെച്ച് ഫുൾ മുടികൾ വെച്ച് നിങ്ങൾ കയറി വരുന്നവരുണ്ട്. ഓക്കെ, പക്ഷേ എന്നാലും ഇവിടെ വന്ന് B2 നമ്മൾ പാസ്സാകണ്ടേ. അപ്പം അതിനൊക്കെ അപ്പം B2 നാട്ടിൽ നിന്ന് ഇച്ചിരി കാശ് കൊടുത്ത് 2-3 പല പ്രാവശ്യം എഴുതിയിട്ടാണെങ്കിലും ഇവിടെ വന്ന് എന്താണ് നാട്ടിൽ നിന്ന് ഫുൾ മൊഡ്യൂൾ പാസ്സായിട്ട് കയറി വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി എന്താണ് അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അടിസ്ഥാനമായിട്ടുള്ള A1 ലെവൽ നിങ്ങൾ പഠിക്കുക. ഇല്ലെങ്കിൽ നമ്മളിവിടെ നിന്നിട്ട് അവരോട് ബേ അടിക്കേണ്ട അവസ്ഥ വരും. അപ്പം എൻ്റെ ഒരു കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇത്രയാണ്. കാരണം എനിക്കിപ്പോൾ തന്നെ ഡ്യൂട്ടി തുടങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇടും കേട്ടോ. എനിക്ക് പറ്റാവുന്നതുപോലെ ഞാൻ കാര്യങ്ങൾ നിങ്ങൾക്ക് റിപ്ലൈ തരാം. ഇല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യേണ്ടതാണ്, ഞാൻ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ചൂസ്.